അപകട വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത്. കൊച്ചിയിൽ വാഹനാപകടത്തിൽ 2 മരണം. ബൈക്ക് യാത്രികരാണ് അപകടത്തിൽപ്പെട്ടത്. പാലാരിവട്ടം ചക്കരപ്പറമ്പിലായിരുന്നു വാഹനാപകടം. ബൈക്ക് കെഎസ്ആർടിസി ബസ്സുകൾക്കിടയിൽപ്പെടുകയായിരുന്നു. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് ഉണ്ടായി. ഇന്ന് പുലർച്ചെയുണ്ടായ വാഹനാപകടത്തിൽ 2 ബൈക്ക് യാത്രക്കാരാണ് മരണമടഞ്ഞത്. ഇപ്പോൾ ഈ സ്ഥലത്ത് നിന്ന് ബസ്സുകൾ നീക്കം ചെയ്യുന്നതിൻ്റെ ഒരു ദൃശ്യങ്ങളാണ്. മണിക്കൂറുകൾ ഗതാഗത സ്തംഭനമുണ്ടായിരുന്നു. ഇന്ന് രാവിലെ 6:30 അപകടമുണ്ടായത്. തിരുവനന്തപുരം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഗരുഡ സ്കാനിയ ബസ് ഇവിടെ സ്റ്റോപ്പിൽ നിർത്തിയിട്ടിരുന്ന കെഎസ്ആർടിസിയുടെ തന്നെ ഓർഡിനറി ബസ്സുമായിട്ട് ഇടിക്കുകയായിരുന്നു. ഇതിനിടയിൽപ്പെട്ടാണ് ബൈക്ക് യാത്രക്കാരായ 2 യുവാക്കൾ മരിച്ചത്. തൽക്ഷണം അവർ ഇവിടെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചുവെന്നാണ് ദൃക്സാക്ഷികളടക്കം പറയുന്നത്. ഇതിൽ ഇവിടെ കെഎസ്ആർടിസി ബസ് നിർത്തിയിട്ടിരുന്ന കെഎസ്ആർടിസി ബസ്സിനെ മറികടന്നുകൊണ്ട് പോകുവാൻ സ്കാനിയ ബസ് ശ്രമിക്കുന്നു. പക്ഷേ അവരൊരു വേഗ നിയന്ത്രണം തെറ്റി ബ്രേക്ക് അമർത്തിയെങ്കിലും അവർക്ക് പിടിച്ചു നിർത്തുവാനായിട്ട് സാധിച്ചിരുന്നില്ല. ഇവിടെ ഉണ്ടായിരുന്നാണോ സമയത്ത്? എന്താ സംഭവിച്ചത് കണ്ടിരുന്നോ? ചവിട്ടിയിട്ട് കിട്ടാനാണ് ബസ്. 2ന്റെ നടുക്ക് ആളുണ്ടായിരുന്നു ബസ്സിൻ്റെ. അങ്ങനെ ഇപ്പോൾ ഫ്രണ്ടിലൊരു KSRTC ഉണ്ടായി. ആ ബസ് ഒതുക്കുന്ന സമയത്ത് ഈ ബൈക്കുകാർ 2 പേരും ഇടയിൽപ്പെട്ടതാണ്. അപ്പോൾ തന്നെ മരണപ്പെട്ടായിരുന്നു ഇടിച്ചപ്പോൾ തന്നെ. ബസ്സിലുള്ളവർ ദേഹാസ്വസ്ഥമല്ല, അവർ ആശുപത്രിയിലാണ്. അതിനെക്കുറിച്ച് അറിയില്ല. ബസ്സിലുള്ളവർ അപ്പോൾ തന്നെ നമ്മൾ പുറത്തേക്ക് ഇറക്കിയായിരുന്നു. ആളുകളൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് പേരുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ തന്നെ പോലീസും ഫയർഫോഴ്സും എല്ലാവരും വന്നു. ഈ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന സാക്ഷിയുടെ ഒരു വിവരണമാണ് നമ്മൾ കേട്ടത്. ഇതിൽ വലിയ നടുക്കമാണ് ഈ അപകടം എല്ലാവരിലും തന്നെ ഉണ്ടാക്കുന്നത്. കാരണം ദേശീയപാതയിൽ ഇന്ന് രാവിലെ തൃശ്ശൂരും ഒരു അപകടമുണ്ടായിരുന്നതിന് ശേഷം തുടർച്ചയായി ഇടപ്പള്ളിയിലും രാവിലെ മഴയുണ്ടായിരുന്നു. ഈ മഴ കാരണമായിരിക്കാം ബസ് ബ്രേക്ക് അമർത്തിയതിൻ്റെ എല്ലാ ലക്ഷണങ്ങളുമുണ്ട്. പക്ഷേ ബ്രേക്ക് അമർത്തിയിട്ട് അത് നിർത്താനായിട്ട് സാധിച്ചിരുന്നില്ല. തുടർന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഓർഡിനറി ബസ്സിൽ അത് ഇടിക്കുകയും അതിനിടയിൽപ്പെട്ടായിരുന്നു ഈ യുവാക്കൾക്ക് ദാരുണമായ അന്ത്യം സംഭവിക്കുകയും ചെയ്യുന്നത്. 2 പേരും തൽക്ഷണം മരിച്ചു എന്ന് തന്നെയാണ് അറിയുന്നത്. 2 പേരുടെ മൃതദേഹങ്ങൾ സമീപത്തുള്ള ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വലിയ രീതിയിൽ ഗതാഗതക്കുരുക്ക് മണിക്കൂറുകളോളം ദേശീയപാതയിൽ ഈ ഭാഗത്തുണ്ടായിരുന്നു. പിന്നീട് പോലീസ്, നാട്ടുകാർ എല്ലാവരും തന്നെ എത്തി ഇതിൽ നിന്ന് ആളുകളെ അടക്കം പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയതിനു ശേഷം ബസ് നീക്കം ചെയ്യുവാനുള്ളൊരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ അപകടം രാവിലെ ഉണ്ടായിരുന്ന ഈ അപകടം വല്ലാത്ത രീതിയിൽ തന്നെ ആളുകളിൽ ആഘാതം സൃഷ്ടിച്ചു. ബസ് യാത്രക്കാർക്ക് തന്നെ വലിയ രീതിയിലുള്ള മാനസികാഘാതം സൃഷ്ടിച്ചിരുന്നു. അവരെ ഏതാണ്ട് 7 പേരോളം പേരെ ഇവിടെ അടുത്ത ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഗതാഗത ക്രമീകരണങ്ങൾ പൂർണ്ണമായിട്ട് തന്നെ ഒരുക്കി ബസ്സുകൾ മറ്റു വാഹനങ്ങൾ കടത്തിവിടുന്നൊരു അവസ്ഥയിലേക്കടക്കം കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. രാവിലെ പുലർച്ചെ 6:30 ഇവിടെ എടപ്പള്ളി ഭാഗത്ത് വെച്ച് അപകടം സംഭവിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18.